നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 88. സകലവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിതു സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. ആത്മവിഷയകമായി ഇത്രയും അറിഞ്ഞതിനു ശേഷവും വെളിയിൽ നോക്കുമ്പോൾ ലോകം കാണുന്നുണ്ടല്ലോ, ദൈനംദിന കൃത്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. അത് ശരിയാണ്. നാം കാണുന്ന പടി തന്നെ ഇതെല്ലാം ഉള്ളതാണെന്ന് പറയുവാൻ മടിക്കേണ്ട. ഞാൻ എന്ന ബോധം ഉള്ളിടത്തോളം കാലം ഇത് എന്നുള്ള വിഷയബോധം സ്ഫുരിക്കാതിരിക്കുകയില്ല. ഞാൻ എന്നും ഇത് എന്നും വ്യവഹരിക്കുന്നിടത്തോളം സകലതും വ്യവഹാരത്തിലുണ്ട്. അത് പലവിധമായി അറിയുന്ന അറിവാണ്. അത് അന്യയാണ്, ഒന്നായി അറിയുന്ന അറിവല്ല. ഒന്ന് എന്ന് അറിയണമെങ്കിൽ തത്വചിന്താഗ്രഹനായിരിക്കണം. ഉപനിഷത്തുകളിലെ 4 മഹാവാക്യങ്ങളിൽ ഉപദേശവാക്യമെന്ന് പ്രസിദ്ധമായിട്ടുള്ളത് തത്വമസിയാണ്. നീ അതാകുന്നു എന്നർത്ഥം. തത് പദത്തിൻ്റെ അർത്ഥത്തെയും ത്വം പദത്തിൻ്റെ അർത്ഥത്തെയും നിരൂപണം ചെയ്ത് ചെല്ലുമ്പോൾ ഗ്രഹിക്കുവാനിടയാകുന്ന അറിവിനെയാണ് തത്വചിന്ത എന്ന് പറയുന്നത്. തത് എന്ന് പറയുന്നത് ഞാൻ എന്നും നീ എന്നും അത് എന്നും പ്രഥമ പുരുഷനായിട്ടും മധ്യമ പുരുഷനായിട്ടും ഉത്തമ പുരുഷനായിട്ടും എന്തിനെയെല്ലാം പ്രമേയമാക്കുവാൻ കഴിയുമോ അതിനെയെല്ലാം ഉൾപ്പെടുത്താവുന്നതും അതുപോലെ തന്നെ അപ്രമേയമായ ഏകസത്യത്തെ സൂചിപ്പിക്കുന്നതും ആയ ഒരു സംജ്ഞയാണ്. അതിനെപ്പറ്റി അവധാനപൂർവം മനനം ചെയ്യുന്നതാണ് തത് പദാർത്ഥത്തിൻ്റെ നിരൂപണം. തത് പദാർത്ഥത്തെ അറിയുന്നതുപോലെ ത്വം പദാർത്ഥത്തെയും അറിയണം. നീ, ഞാൻ, ഇത്, അത്, അവർ എന്നിങ്ങനെ എന്തെല്ലാം ത്വം പദാർത്ഥം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെയെല്ലാം പരമാർത്ഥമായ അവസ്ഥയെ മനസ്സിലാക്കുമ്പോൾ അതൊന്നും സ്വാധിഷ്ഠിതമല്ലെന്നും തത്പദാർത്ഥത്തിൽ താത്കാലികമായി മാത്രം നിഴലിക്കുന്നതാണെന്നും മനസ്സിലാകും. അങ്ങനെ ഏകത്വബോധമുണ്ടായാൽ മാത്രമേ അതിനെ തത്വജ്ഞാനം എന്ന് പറയാൻ പാടുള്ളൂ. തത് തന്നെയാണ് ത്വം എന്ന് മനസ്സിലാക്കുന്നവനാണ് തത്വചിന്താഗ്രഹൻ. പലവിധമായി അറിയുന്നതിനെ പലതായി തന്നെ അറിയുന്നതുകൊണ്ട് എന്താണ് ദോഷമെന്ന് ചോദിച്ചേക്കാം. അകമേയുള്ള സത്യം ഏകമാണ്. പുറമേ പലതായി കാണപ്പെട്ടാലും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഏകത കൊണ്ട് ഏവരും എല്ലാറ്റിലേക്കും ആകൃഷ്ടരാകുന്നു. അതുകൊണ്ട് അസ്ഥി, ഭാതി എന്നിവയോടൊപ്പം സകല വിഷയത്തിലും പ്രിയം കൂടി ഉണ്ടാകുന്നുണ്ട്. ജഡവസ്തുക്കളോട് പോലും ഈ ആകർഷണം തോന്നാറുണ്ട്. വെളിയിലുള്ള വ്യത്യസ്തതയും അന്യഥാത്വവും സത്യവിരോധം പോലെയാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് അതിനെ നിരാകരിക്കാൻ മനസ്സു വെമ്പൽ കൊള്ളുന്നു. അതുകാരണം മറ്റേയാൾ എൻ്റേതായി തീരണം, എനിക്ക് വിധേയനോ വിധേയയോ ആകണം എന്ന് ഇപ്രകാരം മോഹചിന്ത വന്ന് അലട്ടുവാൻ തുടങ്ങും. ഒരാൾക്കും തൻ്റെ വലതുകൈ തൻ്റേതായി കിട്ടണമെന്ന് വിചാരമില്ല.
കൈ വേറെയല്ലെന്നറിയാം. ചിലർക്ക് അച്ഛനമ്മമാരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും കഴിയാൻ പ്രയാസമാണ്. ചിലർക്ക് ലോകത്തെവിടെയെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മതി. അവർ മരിച്ചു കഴിഞ്ഞതിനു ശേഷവും ആ വസ്തുത അറിയാതിരുന്നാൽ മനസ്സ് സന്തുഷ്ടമായി തന്നെയിരിക്കും. ഇനിയും ചിലർക്ക് ഒരാളെ വിട്ടുപോകുന്നതിലോ അയാളുടെ മരണത്തെപ്പറ്റി അറിയുന്നതിലോ വിഷമമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാർ പ്രിയങ്കരമായ ഒരു മൂല്യമാണ്, എന്നും ആരാധ്യമായ ഒരു മൂല്യം. അവർ സമീപത്തായിരിക്കുമ്പോഴും അകന്നിരിക്കുമ്പോഴും ശാരീരികമായി ഇല്ലാതിരിക്കുമ്പോഴും അവരുടെ വ്യഷ്ടിഗതമായ ചേഷ്ടയെ സംഗതമായ രീതിയിൽ നിയാമനം ചെയ്യുന്നതിന് ഈ മൂല്യബോധം പ്രയോജനപ്പെടുന്നുണ്ട്. സ്ഥലകാലഭേദങ്ങളോ ഭൗതികമായ പരിവർത്തനങ്ങളോ അവരുടെ അറിവിനെ വികലമാക്കുന്നില്ല. അത് അവർക്ക് തത് പദാർത്ഥത്തെ ത്വം പദാർത്ഥത്തോട് സമഞ്ജസമായി സമന്വയിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇപ്രകാരമുള്ള സമന്വയം സാധിക്കാത്തവർ രാഗദ്വേഷങ്ങളുടെ വലയിൽ കുടുങ്ങുന്നു. അതുപോലെ മദവും ക്രോധവും ലോഭവും ഡംഭും എല്ലാം പലവിധമായി അറിയുന്നതിനെ പൂർണ്ണസത്യമായി എണ്ണുന്നവരെ ബാധിക്കുന്ന ദോഷങ്ങളാണ്. ഗുരു അതിനെ ഇവിടെ മായയുടെ വലുതായ പക എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രകൃതിയുടെ സ്വഭാവം ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നത് കൊള്ളാം. അത് നമ്മുടെ ശ്രദ്ധയെ പ്രകാശാത്മകമായ ഒരു സുന്ദര വിഷയത്തിലേക്ക് തിരിക്കുന്നു. അതിൽ അനുരക്തി ഉണ്ടാക്കുന്നു. പിന്നീട് അതിൽ ഇരുട്ടു വീഴ്ത്തി അതിനെ അനാകർഷകമാക്കുന്നു. അതിനോടുള്ള വേഴ്ച ദുഃഖകരമാക്കി അതിൽ നിന്നും നമ്മെ വിടർത്തുന്നു. വീണ്ടും വേറൊന്നിലേക്ക് മനസ്സിനെ ബലാത്കാരേണ കൊണ്ടുപോകുന്നു. നിരന്തരമായി ആകർഷണവും ബന്ധവും വികർഷണവും ഉണ്ടാക്കുന്നത് പ്രകൃതിയുടെ വികൃതിയാണ്. ഈ വികൃതിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് അറിവുള്ളവർ ശ്രമിക്കുന്നത്. കേവലം ഒരു വിഷയത്തിൽ പ്രിയങ്കരമായി തോന്നുന്ന അല്പമാത്രമായ അറിവിൽ മനസ്സിനെ തളച്ചിടാതെ ആത്മാവിനെ ആകവേ അറിഞ്ഞ് അതിൻ്റെ അസ്ഥിത വെളിവാക്കുന്ന പരമമായ ജ്ഞാനത്തിൽ ആനന്ദലീനനായിരിക്കുവാനാണ് ജ്ഞാനി ശ്രമിക്കുന്നത്. ഇത് ഒരു ശരീരിയെ സംബന്ധിച്ചിടത്തോളം ഒഴുക്കിന് എതിരായി വള്ളം നീക്കുന്നത് പോലെയാണ്. പ്രകൃതി പ്രതിഷേധിക്കാതിരിക്കുകയില്ല. അവളുടെ നിയമങ്ങൾ അലംഘനീയമാണ്. എന്നാൽ ആ നിയമങ്ങളെ തന്നെ ശരിയായി മനസ്സിലാക്കിയാൽ ഒരു നിയമം കൊണ്ട് പ്രത്യക്ഷത്തിൽ പ്രതികൂലം എന്ന് തോന്നുന്ന വേറൊരു നിയമത്തെ അനുകൂലമാക്കാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെയും അതിനെ ഉല്ലംഘിക്കുവാൻ കഴിയുന്ന ശക്തിയെയും ഒരുപോലെ ഉപയോഗിച്ച് ഒരു വിമാനത്തെ ആകാശത്തിൽ പറപ്പിക്കുകയും തിരികെ ഭൂമിയിൽ കൊണ്ടുവരികയും ചെയ്യാം. അതിൽ വരുന്ന ഒരു ചെറിയ തെറ്റുപോലും പ്രകൃതി മാപ്പാക്കുകയില്ല. മായ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അകമുഖമായി അറിഞ്ഞാൽ മാത്രമേ അതിനെ സമർത്ഥമായി നേരിടാൻ കഴിയുകയുള്ളൂ.